എല്ലാവർക്കും നമസ്കാരം. CHiLLiയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. നമ്മൾ ഫസ്റ്റിൽ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഈ വെച്ചിട്ടായിരുന്നു നമ്മൾ ഫസ്റ്റിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഞാൻ പറയാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമതൊരു തിരിച്ചു വരുമെന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നതിൻ്റെ കാരണം. ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏകദേശം 2 മാസത്തോളമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ജോലി സംബന്ധമായ കുറേ തിരക്കുകൾ അങ്ങനെയൊക്കെ വന്നുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വീഡിയോ ഇടാൻ സാധിക്കാത്തത്. അപ്പോൾ ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. നമുക്ക് സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ വീണ്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നും എന്നത്തെയും പോലെ തന്നെ ഒരു വ്യത്യസ്ത റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അത് പറഞ്ഞു തരുന്നത് മറ്റാരുമല്ല, നമ്മൾ ഒരുപാട് വ്യത്യസ്ത റെസിപ്പികൾ നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നാൽ എൻ്റെ സുഹൃത്ത് ഹരിയുടെ അമ്മ സുജാതാമ്മയാണ് റെസിപ്പി പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, എന്തുകൊണ്ടാണ് സുജാതാമ്മനെ കൊണ്ട് മാത്രം നിങ്ങൾ വീഡിയോ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് പുറത്തെ ആൾക്കാരുടെ അടുത്ത് പോയിക്കൂടെ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. പക്ഷേ എൻ്റെ സമയത്തിൻ്റെ ഒരു ഇത് കൊണ്ടും പിന്നെ സുജാതാമ്മനെ വെച്ച് പറയുകയാണെങ്കിൽ സുജാതാമ്മ ഒരുപാട് റെസിപ്പികൾ പുതിയതായിട്ട് കണ്ടെത്തും. എന്നിട്ട് അത് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയും നല്ല റെസിപ്പി ആയിരുന്നൊക്കെ പറയും. അപ്പോൾ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം പുതിയ റെസിപ്പികളല്ലേ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ സുജാതാമ്മയുടെ റെസിപ്പികൾ ചെയ്യുന്നത്. ഇനി കൂടാതെ പുറത്തുള്ള കുറേ റെസിപ്പികൾ നമ്മൾ ചെയ്യാനുണ്ട്. അപ്പം ഒരുപാട് പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, നേരെ നമ്മുടെ വീഡിയോയിലേക്ക്. അപ്പോൾ അതേ അമ്മ സുജാതാമ്മ നമ്മുടെ ഒപ്പം ഉണ്ട്. അമ്മ ഇന്നത്തെ റെസിപ്പിയുടെ കാര്യങ്ങളൊക്കെ അമ്മ നമുക്ക് പറഞ്ഞു തരും. അമ്മ ഇന്ന് തന്നെ സ്പെഷ്യലായിട്ട് നമ്മുടെ ഞാനിപ്പോൾ തൽക്കാലം ഒരു ചക്ക വെച്ചിട്ടുണ്ട്, ഇടിച്ചക്ക. ആ ഇടിച്ചക്ക പണ്ട് നമ്മൾ തോരനൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഇടിച്ചക്ക തോരനുള്ളതല്ല, അത് നമ്മൾ പുറമെ പറയാം, കാണിക്കാൻ നമ്മൾ. ഇതുകൊണ്ട് നമ്മൾ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നല്ലേ. ഇത്രയും സാധനങ്ങളുണ്ട്: ഉള്ളി, പച്ചമുളക്, മഞ്ഞപ്പൊടി, കടുക്, മുളക്, കരിവേപ്പില, ഒരു കുഞ്ഞു തേങ്ങ, അതിന് കഷത്തിലാണ് പുളി. ഇത്രയും സാധനങ്ങളുണ്ട്. നമ്മൾ ഇടിച്ചക്ക നുറുക്കി ഇപ്പൊ ഇവിടെ പ്രിപ്പറേഷൻ നടക്കാൻ പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്ന വെച്ചാൽ ഇടിച്ചക്ക വേവിക്കുക. അപ്പോൾ നമുക്ക് ചക്ക മുറിച്ചിട്ട് നമുക്ക് വേവിക്കാനുള്ള പരിപാടി നോക്കാം. നമുക്ക് ഒരു കഷ്ണം നുറുക്കി വെച്ചിരിക്കുന്നതാണ്. ചെറിയൊരു കഷ്ണം എടുത്തിട്ടുള്ളൂ, ചെറിയൊരു കഷ്ണമേ ഉള്ളൂ. അത് നമുക്ക് വേവിക്കാം. വലിപ്പം ഈ വലിപ്പത്തിൽ തന്നെ മതി. ഈ വലിപ്പത്തിൽ വേവിച്ച് ശകലം വെള്ളം ഒഴിച്ച് കൃത്യം വെള്ളം ഒഴിക്കാവുള്ളൂ. വെള്ളം ആദ്യം വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കരുത്, കഷ്ണം വറ്റണം വെള്ളം. എന്നത്തെ പോലെ തന്നെ ഇന്നും സ്പെഷ്യലായിട്ട് അമ്മയുടെ കൽച്ചട്ടി തന്നെയായിട്ട് നമ്മൾ കറി തയ്യാറാക്കാൻ വേണ്ടി പോകണം. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലേ. ഇനി ഉപ്പിട്ട് കൊടുക്കണ്ടോ? ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ടോ? മതി 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 അല്ലേ. അപ്പോൾ അത് അധികം കുഴയരുത്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും അല്ലേ. ഉപ്പ് പിന്നെ മഞ്ഞപ്പൊടി. നല്ല ഉപ്പും മഞ്ഞളും ഇട്ടു, വെള്ളം ഒഴിച്ചു, ഇത് ഒഴിച്ച് ഇനി അങ്ങ് കത്തിച്ച് വേഗണം. ഇതൊക്കെ ഒന്ന് മൂടി വെക്കാം, വേഗം എളുപ്പമുണ്ട്. ഇത് ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇനി നമുക്ക് വറക്കാം. വറക്കാനുള്ള കഷ്ണങ്ങളെല്ലാം തേങ്ങ. ഇത് നമ്മൾ തേങ്ങ മാത്രം ഇങ്ങനെ തന്നെ വറുത്തെടുക്കണം. അത് ഇതിൻ്റെ കൂടെ എല്ലാം ചേർത്ത് കൊടുക്കണ്ട. മല്ലിയുണ്ട്, മുളകുണ്ട്, കരിവേപ്പില, ഇതെല്ലാം കൂടെ നന്നായിട്ട്. ഉള്ളിയും വേണം ഇതിൻ്റെ കൂടെ ഇട്ട് വറുത്തെടുക്കണം. അതി വേവിക്കണമെന്നില്ല. സബോളയെ കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് വറുത്തെടുത്ത് നമുക്ക് അരച്ചെടുക്കണം. നമ്മൾ മല്ലിപ്പൊടിയുടെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. മുളക് നമ്മൾ എണ്ണം പറയുകയാണെങ്കിൽ എത്ര എടുത്തിട്ടുണ്ടാവും? നല്ല എരിവുള്ള 5-8 എടുത്തിട്ടുണ്ട്. പോരായി വരുന്നതിന് നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് കൂടെ. പച്ചമുളക് എടുത്താൽ 2 മുളക് അല്ലെങ്കിൽ 3 മുളക് അല്ലേ, എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കണ്ട കൂടെ അല്ലേ. തേങ്ങ, മുളക്, കരിവേപ്പില 3 കൂട്ടായി. ഇനി നമുക്ക് ഇത് വാങ്ങിക്കഴിയുമ്പോൾ സബോളയും പച്ചമുളകും കൂടെ വഴറ്റിയെടുക്കാം. ഇത് രണ്ടാമതാണ് സബോള വരട്ടിയെടുക്കണം. ഇത് കൂടെ അല്ലല്ലോ, വേറെ വരട്ടിയെടുക്കുമല്ലേ. സബോള കഴിഞ്ഞിട്ടില്ല. ഇതെങ്ങനെ ചെറുതായിട്ട് മുറിക്കെടുത്താൽ പച്ചമുളകും അതുപോലെ. സബോള അരിഞ്ഞെടുക്കാൻ നേരം കൊണ്ട് ഇത് നോക്കിയായിരുന്നോ അമ്മേ? അത് തിള വന്നു, അത്രയേ ഉള്ളൂ. വലിയ താമസം ഇല്ലായിരിക്കും. ചക്ക എങ്ങനെയാണ് വേവ് കൂടുതലുള്ളതാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അത് കാരണം ചൂടായി തുടങ്ങി. അപ്പം നമുക്ക് ഈ മല്ലി കൂടെ ഇനിയാണ് ഇടുന്നത്. മല്ലി പൊടിച്ചാൽ മല്ലി അങ്ങനെ ഒറിജിനൽ മല്ലിയാണ് ഇടുന്നത്, പൊടിയല്ല. നമ്മൾ അളവ് വേണമെങ്കിൽ എന്തൊരു എടുത്തിട്ടുണ്ടോ? ഒരു ചെറിയ ഒരു പാത്രത്തിന് ഒരു
എടുത്തിട്ടുണ്ടല്ലേ ഒരു പിടുത്തം. ഇത് നമ്മൾ കളർ മാറുമ്പോൾ അതിനുമ്പാണ് ഇട്ട് കൊടുക്കണ്ടേ? അതെ അതെ. ഇനി തേങ്ങയുടെ കളർ മാറുമ്പോഴത്തേനും മല്ലിയും മൂത്തോളൂ. മുളക് ചെറുതായിട്ട് എറിഞ്ഞാൽ പോരെ? മതി മതി. ഇത് നമുക്ക് നീ എന്തൊരു താമസം ഉണ്ടാവും ഇത് ഇതായി വരാൻ? കളർ ജസ്റ്റ് ഒന്ന് മാറി വന്നാൽ മതിയല്ലേ? മതി മതി. തേങ്ങ മൂത്ത് കഴിഞ്ഞാൽ അരച്ചോണ്ട് വരാം. അന്നേരം കൂടെ നമ്മൾ വേറെ ചേർക്കണില്ലല്ലോ? പൊടി വേറെ ഒന്നും ചേർക്കണില്ലല്ലോ? ഒന്നുമില്ല. ഇത് ഒരു പുളി ഒഴിച്ച് വെക്കുന്ന ഒരു കറിയാണ്. അപ്പം ഇത് വറുത്ത് അരച്ചിട്ട് വേണം ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാൻ. എന്നിട്ട് അതും ഇടിക്കുന്ന ചക്ക വേവിച്ചത് ഇടിച്ചെടുക്കണം. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തോരനെടുക്കുന്ന പോലെ തന്നെ എടുത്തിട്ട് നമ്മൾ ഒന്ന് ചതയ്ക്കണം. ചതച്ചെടുക്കണം അല്ലേ? അതെ. മിക്സി തന്നെ ചതയ്ക്കാം. ഇതിന് കായമൊന്നും കൂട്ടൂല. കായം ചേർക്കുന്നില്ല. കായം ചേർക്കുന്നില്ല. നിറം മാറി ഇനി നമുക്ക് നിർത്താം. ഇനി ചൂടാറുമ്പോഴത്തേക്ക് ആയിക്കോളും. ഓഫാക്കാം. പിന്നെ ഇത് നമ്മൾ ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കുക അല്ലേ? ഇത് അരച്ചെടുത്തിട്ട് നമുക്ക് ആ സബോള ഉള്ളിയും കൂടെ വഴറ്റണം. വേവായി ഒരുവിധമായി വെള്ളം പറ്റിയാൽ മതി. അയാൾ കൃത്യം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇല്ല, വെള്ളം കൃത്യം അത് പറ്റിയാൽ മതി. അത് പാകത്തിനുള്ള വെള്ളം. മഞ്ഞപ്പൊടിയൊക്കെ പിടിച്ച് അല്ലേ? വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടല്ലോ അല്ലേ? വെള്ളം ഒഴിച്ച് കൊടുക്കണോ? വേണ്ട വേണ്ട, പാകത്തിനായിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിനി ഇത് നമുക്ക് അരയ്ക്കാനുള്ള ഇത് നോക്കാം അല്ലേ? പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി അല്ലേ? പാത്രത്തിലോട്ട് മാറ്റാം. ഇതിന് നമുക്ക് എന്തോരം നേരം കൂടെ വേണ്ടേ? വെള്ളം വലിഞ്ഞാൽ മതി അല്ലേ? ഇനി മൂടി വെക്കണം. ഇത് മൂടി വെച്ചേക്കാം അല്ലേ? നമുക്ക് ഇതിന് വഴറ്റാം. ആ ചട്ടി തന്നെ എടുത്തേക്കണം നമ്മൾ അല്ലേ? ആ ചട്ടി തന്നെ എണ്ണ ഒഴിക്കണോ? എണ്ണ എടുത്തിട്ടുണ്ട്. കുറച്ച് ഒഴിച്ചാൽ മതി. മതി മതി മതിയോ? ജസ്റ്റ് ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി അല്ലേ? വേറെ എന്നെ ചേർത്ത് കൊടുക്കണ്ടോ? കരിവേപ്പില ഇട്ട് കൊടുക്കാം അല്ലേ? ഉപ്പ് ചേർത്ത് കൊടുക്കണ്ടോ? നമ്മൾ ഉപ്പ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് ഈ കഷ്ണത്തിന് ആവശ്യമുള്ള ഒരു ശകലം വേണേല. അത് നല്ലതാണ് അങ്ങനെ ഇടുന്നത്. ഈ ഉള്ളി വഴറ്റിയിട്ടാൽ മതി. ശകലം ആയിട്ടേ അല്ല, ഇത് കണ്ടോണ്ട് ഉപ്പിട്ടാ ഉള്ളിക്ക് ഉപ്പറിയാം. അധികമായി പോകും. 2 സവോള എടുത്തിട്ടുള്ളൂ. നമ്മൾ സവോളയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളം പറ്റി നിർത്താം. അതെന്ത് നോക്കണം ഒന്നോടെ? വേണ്ടല്ലോ, ഒന്ന് ഓഫ് ചെയ്താൽ മതിയില്ലേ? അപ്പം ആയിട്ടുണ്ടാവില്ലേ? ജസ്റ്റ് ഒന്നോടെ നോക്കി വെക്കാമേ. മതിയില്ലേ? വെള്ളം വലിഞ്ഞിട്ടുണ്ട്. മതിയില്ലേ? ഓഫ് ചെയ്തേക്കട്ടെ. അങ്ങനെ നമ്മുടെ ഇടിഞ്ചക്ക അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. അതെ അതെ. അപ്പം ഇനി ഓഫ് ചെയ്ത് വെച്ചേക്കാം അല്ലേ? ഉപ്പും മഞ്ഞളും ഒക്കെ പിടിച്ചതാണ്. ഉപ്പും മഞ്ഞളും പിടിച്ചിട്ട്. അപ്പോൾ ഇനി നമ്മളിത് വഴറ്റിയിട്ട് നമ്മൾ എന്നാ ചെയ്യാം? അത് ചതയ്ക്കാൻ എടുക്കുമ്പോൾ ഇതും ചതച്ചോണ്ട് വരുമ്പോൾ ഇതും ചതച്ചതും കൂടെ അതിനകത്തേക്ക് ഇട്ട് പുളി ഒഴിക്കുവാണല്ലേ? അപ്പോൾ ഇത് വഴറ്റാം. ഇത് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതിയില്ലേ? നമുക്ക് അതിനോട് അരയ്ക്കാനുള്ള അരച്ചോണ്ട് വരാം. അരച്ചോണ്ട് വരാം. ഇത് പതുക്കെ ഇളക്കി കൊടുത്താൽ മതിയില്ലേ? അതൊന്നും ശകലം ഒന്ന് വഴങ്ങിയാൽ മതി. നമ്മൾ സബോളയും പച്ചമുളകും കൂടെ വഴറ്റിയതിനൊരു ശകല ഉപ്പ്, അതിൻ്റേതായിട്ടുള്ള ഉപ്പ്, അതിന് മറ്റു കഷ്ണത്തിനൊക്കെ ഉപ്പിട്ടതായതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ സ്വല്പം ഉപ്പിട്ടു. ഇല്ല, കുഴപ്പമില്ല. ഇത് ഇതിനുള്ളതേ ഇട്ടിട്ടുള്ളൂ. അതുപോലെ നമ്മൾ അരപ്പ് അരച്ച് റെഡി ആയിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലേ? അരച്ച് റെഡി ആയിട്ടുണ്ട്. ഒത്തിരി വെള്ളം ഉണ്ടല്ലോ ഈ ഒരു പാകത്തിലല്ലേ? ചെറിയൊരു പാകത്തിൽ എടുത്താൽ മതി. ഒത്തിരി വെള്ളം ഒഴിക്കാത്ത രീതിയിൽ കുറച്ച് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചക്കയ്ക്ക് ഇനി വെള്ളം വേണം. അതുകൊണ്ട് ഇത് അരച്ചാലും കുഴപ്പമില്ല. ഇനി ആ ചക്ക നമുക്ക് കുന പൊടിച്ചോണ്ട് വരണം. ഇത് എടുക്കണം അല്ലേ? ഇടിച്ചോണ്ട് വരണം. അത് നിറച്ചായിട്ട് എടുക്കാം. ഇതിലേക്ക് ഇട്ടാൽ മതിയോ? അതിങ്ങോട്ട് എടുക്കണം. അതെങ്ങനെയാണ്? തവി വേണം. തവി ഇവിടെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത് മൊത്തത്തിൽ എടുക്കുമല്ലേ? ഇത്ര അല്ലേ? അതെ അതെ. അപ്പോൾ നമുക്ക് ഇത് വേറെ ചെയ്യണ്ടല്ലോ? എന്നെ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയല്ലേ? ഇടിക്കാന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കറക്കിയാൽ മതി. ചതഞ്ഞ് കിട്ടാൻ പാകത്തിന് അല്ലേ? അരയല്ല. ഇത് ഒന്നിച്ച് 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ടോ? അതൊക്കെ ഇട്ടു. ഞാൻ അവിടെ കൊണ്ടുപോയി പൊടിക്കുമ്പോൾ രണ്ടാക്കിക്കോളാം. ഇത് കൊള്ളുമല്ലോ അല്ലേ? ഇത് വഴറ്റുമ്പോഴത്തേക്ക് നമുക്ക് പുളി കൂടെ വെള്ളത്തിയിടാം. കുതിരണം. അത് മതി പുളി. ഇതിലേക്ക് എന്തൊരു വെള്ളം ഒഴിക്കണം? കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയോ? അത് വെള്ളം ഒഴിച്ചു. അത് പൊങ്ങി താഴ്ന്ന് അതിൻ്റെ മേലൊക്കെ വെള്ളം വേണം. മതിയോ? അത് താന്നിരിക്കണമെന്നേ ഉള്ളൂ വെള്ളത്തിൽ. ഇത് നമുക്ക് എന്തൊരു നേരം വെച്ചോണ്ടിരിക്കണം? ഇല്ല, ഞാൻ ഇതൊക്കെ കൊണ്ട് അരച്ചെല്ലായിടത്തോളം പിഴിയുമ്പോൾ ശരിയാകും.
സവോള വഴണ്ട് ഞാൻ അങ്ങോട്ട് കോരിയില്ല. കറിവേപ്പില അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണ്ടോ? ഇനി ഇനി വഴറ്റിയ ഉള്ളിയും പച്ചമുളകും നമുക്ക് കൽച്ചട്ടിയിലോട്ട് എടുക്കാം. ഇതിൽ വെച്ചിട്ടല്ലേ അത് തന്നെ കൂട്ടാൻ റെഡിയാക്കുന്നത്. എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചെടുക്കുന്ന അതിനകത്ത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ? ഈ ചക്ക ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ചതച്ചുകൊണ്ട് വന്ന് അതും ഇതിൻ്റെ കൂടെ ഇടും. ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് അരച്ചതും ഇതിനകത്തേക്ക് കലക്കിയിട്ട് പുളി ഒഴിക്കും. എന്നിട്ട് നന്നായിട്ട് തിളച്ച് കടുക് വറുത്താൽ മതി. അല്ല നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ തന്നെ പുളി ചേർത്ത് കൊടുക്കണോ? അതെങ്ങനെ വേണമല്ലോ, തിളച്ചിട്ടാണെങ്കിലും മതി. പുളി ഒഴിച്ച് പുളിക്ക് ശകലം വേവുണ്ട്. പുളി വെന്തില്ലെങ്കിൽ അത് സ്വാദില്ല. സാധാരണ എല്ലാവരും പുളി ഒഴിക്കും ചൂടുള്ളതിനകത്തേക്ക്. പക്ഷെ അത് വേവുണ്ടോ ഇല്ലെന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുന്നില്ല. പുളിക്ക് വേവുണ്ട്. പെട്ടെന്ന് ആ സമയത്ത് ഒഴിച്ചിട്ട് വാങ്ങി വെക്കുന്നല്ലേ? തിളച്ചോണ്ടിരിക്കുമ്പോൾ ഒഴിച്ചാൽ പെട്ടെന്ന് തിളയ്ക്കുമല്ലോ, അത് പോരാ. പുളിക്ക് വേവുണ്ട്. പുളി വേകണം. ഇത് ചതച്ചോണ്ട് വരാമേ. ഇടിച്ചക്ക ചതച്ച് ശരിയായിട്ടുണ്ട്. നമുക്കിനി കൽച്ചട്ടിയിലോട്ട് ഇട്ടിട്ട് കഷ്ണമൊക്കെ ഉണ്ട്. അങ്ങനെ ചോദിക്കുള്ളൂ, അരയല്ല. ഇനി നമുക്ക് ഇതിനകത്തേക്കില്ല ചേർത്ത് കൊടുക്കാം അല്ലേ? നമ്മളിത് ഓഫാക്കിയായിരുന്നു. തീ കത്തിച്ച് കൊടുക്കണ്ടേ? വേണം. ഇനി നമുക്ക് ഈ പുളി അത് തിളയ്ക്കുമ്പോഴത്തേക്കിന് സ്വല്പം വെള്ളം ഒഴിക്കണം. തിളയ്ക്കാൻ വെള്ളമില്ലേ? വെള്ളം ഉണ്ടോ? എന്തൊരു ഒഴിച്ച് കൊടുക്കണമേ? കൂട്ടാൻ്റെ ഭാഗത്തിന് അരച്ചത് ഇട്ടിട്ടാകാം. അരപ്പോട് ചേർത്ത് കൊടുത്തിട്ട് മതി അല്ലേ? അന്നേരം വെള്ളം പാകത്തിന് അറിയാം. നോക്കല്ലേ അറിയാം. അരപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. അരപ്പും കൂടെ ഒപ്പം ചേർത്ത് കൊടുക്കാം. അരപ്പൂടെ തിളച്ചാലേ അതിന് മൊത്തം യോജിപ്പൊക്കെ വരും. ഇനി പുളി ഒഴിച്ച് തിളക്കുകയും കൂടി ചെയ്യുമ്പോൾ പുളി വേകുന്ന സമയം കൊണ്ട് ഇതും എല്ലാം കൂടെ അങ്ങ് യോജിച്ചോളും. അല്ല, പുളിയുടെ വെള്ളം ഒഴിച്ചു കൂടെ അത് കുറച്ചല്ലേ ഒഴിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. വെള്ളം വേണം. ഇത് രണ്ടും കൂടി ആകുമ്പോൾ വെള്ളം എല്ലാം ഈ വഴറ്റിയതായതുകൊണ്ടേ വെള്ളം പിടിക്കും. വെള്ളം വേണം. കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി വെള്ളം ഒഴിക്കാം. നോക്കിക്കോട്ടെ അമ്മ അളവ് എന്തൊരു വേണമെന്ന്. ഇനി സ്വല്പം ഇതിലോട്ട് വെച്ചാൽ മതി. അത് കഴിച്ച് ഒഴിച്ചു കൊടുക്കാം അല്ലേ? മതിയല്ലേ? മതി. ഇനി പുളി ഒഴിച്ചിട്ട് വെള്ളം ഒഴിക്കണമെങ്കിൽ മതി. ഉപ്പ് നമ്മൾ ആദ്യം കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടതാ. ഇനി വെള്ളം ഒഴിച്ചതിനനുസരിച്ച് കുറവുണ്ടെങ്കിൽ മാത്രമേ ഇട്ടാൽ മതി. ഏകദേശം ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. ചക്കയ്ക്ക് വെള്ളം ഒഴിച്ചതും ഇട്ടതും ഒക്കെ. നമുക്ക് ഈ കഷ്ണമൊക്കെ ഇട്ട് വെള്ളം ഒക്കെ ഒഴിച്ചല്ലോ. നമുക്ക് ഈ പുളി കൂടെ ചേർത്ത് കൊടുക്കാം അല്ലേ? പുളി കൂടെ ചേർത്തിട്ട് വെള്ളം മേനാലിന് ചേർക്കാം. വെള്ളം ആവശ്യത്തിന് നോക്കട്ടെ, ഇളക്കി നോക്കട്ടെ. നമുക്ക് ശരിക്കും ഇളക്കി കൊടുക്കാം അല്ലേ? വെള്ളം വേണം. കുറച്ച് ഒഴിച്ചു കൊടുക്കണം. നല്ല സ്മെല്ലും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എത്ര ഒഴിച്ചോട്ടെ? ഇനിയിപ്പോൾ നമുക്കത് നല്ലപോലെ തിളച്ച് വന്നാൽ മതി. നന്നായിട്ട് വേകണം. മൂടി വെക്കണമേ? മൂടി വെച്ചാൽ പൊങ്ങിപ്പോവും. ഇപ്പം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ? ഇപ്പം നമ്മളെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ടല്ലേ? നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇളക്കി കൊടുക്കണം അവിടെ. നല്ല പടുപടയിരിക്കുന്ന കൂട്ടാനാണ്. നല്ല കൊഴുപ്പുള്ള കൂട്ടാനാണ്. അതെ, കുറച്ച് വെള്ളം പറ്റാനുണ്ട്. അപ്പോൾ നമുക്കിനി കടുക് പൊട്ടിക്കാനുള്ള പരിപാടി നോക്കാം അല്ലേ? ഇനി ഇത് കടുക് വറുത്തിട്ടാൽ കൂട്ടാൻ റെഡിയായി. പണി കഴിഞ്ഞു. മുളക് എടുക്കുന്നില്ല. കടുക് കുറച്ചിട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കണതിന് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും കടുക് പൊട്ടുന്നത്. ഇനി കരിവേപ്പില. ഇനി അതങ്ങ് പൊട്ടിയാൽ നമുക്ക് അതിലോട്ട് ഒഴിച്ചാൽ പരിപാടി തീരും. എന്നാലേ നമുക്ക് ഈ കൂട്ടാൻ നന്നായിട്ട് തിളച്ച് പുളിയൊക്കെ വെന്തു. എന്നാൽ ഞങ്ങൾ നിർത്താം. ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കടുക് അങ്ങോട്ട് ഇട്ടാൽ മതി. ഓഫ് ചെയ്യാം അല്ലേ? കടുക് ഇതൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഇനിയിപ്പോൾ വേറെ ചെയ്യാനല്ലോ അല്ലേ? കടുക് പൊട്ടി നമ്മൾ ചേർത്ത് കൊടുത്ത് കറി റെഡി അല്ലേ? ഇതിപ്പം തീ ഓഫ് ചെയ്താൽ അങ്ങനെ തിളച്ചോട്ടിക്കണോ? കൽച്ചട്ടിയുടെ ചൂട് എങ്ങനെ നിൽക്കണോ? കൽച്ചട്ടിക്ക് കുറച്ച് നേരത്തെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കടുക് പൊട്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കടുക് പൊട്ടി അതിനകത്തേക്ക് വരുമ്പോൾ സ്മെല്ല് അല്ലേ? നന്നായിട്ട് ഇടിച്ചക്ക പുളിങ്കറി റെഡിയായി. അങ്ങനെ നമ്മുടെ ഇടിഞ്ചക്ക പുളിങ്കറി അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഇളക്കി കൊടുക്കണം. അമ്മ അത് ഇളക്കണം കൊടുക്കണം അല്ലേ? ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇടിച്ചക്ക പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. രുചി നോക്കാനായിട്ടിരിക്കുകയാണ് ആദർശ്. അതെ, അപ്പം രുചി നോക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സത്യം ഞെട്ടിപ്പോട്ടോ. ഇത് നോക്കി
ഇത് നമ്മളെ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ആ കൂടെ ഇങ്ങോട്ട് നോക്കി ഇത് കണ്ടോ, ഇത് കാണാത്ത നോക്കിയാൽ അത് എങ്ങനെയാണെന്ന്. കുമ്പളങ്ങ ഉണങ്ങിയത്, പിന്നെ നമ്മുടെ കടുക് മാങ്ങ, ഇത് എന്നായിരുന്നു? മാങ്ങ വറ്റല്, ഉപ്പേരി, ഉപ്പ്, പിന്നെ ഈ കറി മാമ്പഴ പുളിശ്ശേരി. ഇതിൽ കൂടെ തന്നെ വേണ്ടേ, അത് കൂടെ നമ്മുടെ കറി ഉണ്ട്. ആദ്യം നമുക്കിത് ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. മോര് ഒഴിച്ചു നോക്കാം അല്ലേ? ആദ്യം നമുക്ക് നമ്മുടെ ഏത് കറിക്കും നല്ല സ്വാദ് കിട്ടും. ശകലം മോര് കൂടെ കൂട്ടുന്നത് നല്ല, മോര് ഇഷ്ടമുള്ളവർക്ക്. കുറച്ച് ഒഴിച്ചോ. ആയി മതി. ഇനി നമുക്ക് കറി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. ആയി ആയി അടിപൊളിയായിട്ടുണ്ട്. ഇതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും കറി നല്ല അടിപൊളിയായിട്ടുണ്ട്. കാരണം നല്ല പുളിങ്കറിയായി. നല്ല പുളിങ്കറി. അത് പുളിങ്കറി നമ്മൾ ഇത് ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് വെക്കുക. പണ്ടൊക്കെ ഇങ്ങനെ ചക്ക പുളിങ്കറി വെക്കുമായിരുന്നു. ഇപ്പൊ ആരും വെക്കാറൊന്നുമില്ല. അപ്പൊ എന്നാ ഇങ്ങനെ വെച്ച് നോക്കാം. എല്ലാ കൂട്ടവും ഉണ്ടാക്കി കഴിഞ്ഞതാണ് എൻ്റെ വിഭവങ്ങൾ. ഉപ്പും എല്ലാം പാകത്തിനായിരുന്നു. ആ വെള്ളമൊക്കെ ഒഴിച്ചത് എത്ര കറക്റ്റ് ആയിരുന്നു. ഇനി കടുക് മാങ്ങയൊക്കെ നല്ല എരിവുള്ള ആളൊക്കെ ഇതിന്റെ കൂടെ കുഴിയാൻ നല്ല സ്വാദമാണ്. അത് നമുക്ക് ആദ്യം ഓരോന്ന് നോക്കാം. മാങ്ങ ഇവിടെ ഇട്ടാണോ അമ്മേ? മാങ്ങ വീട്ടല്ല വാങ്ങ. അപ്പോൾ ഇത് നമ്മുടെ പുളിങ്കറിയൊക്കെ കൂടി ഞാൻ അടിപൊളിയായിട്ട് ഞാൻ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ടേസ്റ്റ് ഞാൻ പറഞ്ഞാൽ ആദ്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ റെസിപ്പിയും തയ്യാറാക്കി നോക്കുക. എന്തായാലും അടിപൊളിയായിരിക്കും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിത് വേഗം കഴിച്ചതൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഈ പറഞ്ഞ പോലെ ഇനി ഞാൻ ഒന്നുകൂടെ പറയുന്നില്ല, എന്തെങ്കിലും ജസ്റ്റ് ഒന്നുകൂടെ പറയുകയാണ്. നമ്മുടെ വീഡിയോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.